അപ്പോൾ ഗൈസ് ഇന്ന് വാഴൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ, ഞാനിന്ന് ഇലയട ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഉണ്ടാക്കാത്ത സാധനങ്ങളെ നേരെ അരിപ്പൊടി എടുത്തു, എന്നിട്ട് നേരെ അത് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങയും ചിരവിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ നേരെ കൊണ്ടുപോയി കൈയിട്ടതും പൊള്ളിപ്പോയി കൈ. പിന്നെ ഞാൻ നേരെ സ്പൂൺ എടുത്തു, എന്നിട്ട് കുഴച്ചു. എന്നിട്ട് അത് ചൂട് തണിയാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്ന് കുഴച്ച് ഉരുട്ടിയാക്കി എടുത്തു. എന്നിട്ട് ഞാനൊരു ആറ് അട ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 6 ഇല പറിച്ചുകൊണ്ട് വന്ന് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. എന്നിട്ട് 6 ഭാഗങ്ങളാക്കിയിട്ട് ഞാൻ ഈ അരി കുഴച്ച് വെച്ചതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഏലക്ക നന്നായിട്ട് കുത്തി ചതച്ച് ചിരവിയ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് പാനിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു ശർക്കര. അത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒരു വലിയ പണിയായിരുന്നു. പക്ഷേ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയാ എന്നൊക്കെ. പിന്നെ ഞാൻ അരി കുഴച്ച് പിന്നെ ഞാനത് ഉരുട്ടിയാക്കിയിട്ട് നേരെ പരത്തി. അപ്പം ഞാൻ പിന്നെ അമ്മേനെ വിളിച്ചു കേട്ടോ. പരത്തി കഴിയുമ്പോൾ പിന്നെ ഞാൻ പരത്തി കഴിഞ്ഞിട്ടില്ല, പരത്തുന്നതിന് മുമ്പേ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലുള്ള കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ച കൂട്ട് അത് അമ്മ ഇട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അളവിലൊരു സംശയം. അമ്മ അത് നേരെ 6 ഭാഗങ്ങളാക്കി തിരിച്ച് അതിലേക്കിട്ടു. പിന്നെ ഞാൻ പകുതി പരത്തി, ഞാൻ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഞാനും 1 പരത്തുന്ന സമയം കൊണ്ട് അമ്മ 2 പരത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് പരത്താനാണ് എനിക്ക് കൂടുതൽ ടൈം എടുത്തത്. അമ്മ പറഞ്ഞു നന്നായി നൈസായിട്ട് പരത്തണം കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ നല്ല നൈസായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നൈസായി പരത്തി വരുമ്പോഴത്തേക്ക് അമ്മ 2, 3 പരത്തിയെടുത്തു കേട്ടോ. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ഇലയും മടക്കി അത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ആവി പാത്രത്തിലേക്ക് എന്താ പറയുക ഇലയട വെച്ച് കൊടുത്ത് എന്നിട്ട് നേരെ മൂടി വെച്ചു. പിന്നെ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തു വെച്ച പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകണ്ടേ. പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഇന്ന് അട ഉണ്ടാക്കാമെന്ന് എനിക്ക് മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഞാനിന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ കരുതി നോക്കിയപ്പോൾ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മേ ഞാനിന്ന് എന്തുണ്ടാക്കും? അപ്പോൾ അമ്മ പറഞ്ഞു അട ഉണ്ടാക്കിക്കോന്ന്. അമ്മ ഞാൻ ഉണ്ടാക്കില്ല വിചാരിച്ച് പറഞ്ഞാണെങ്കിലും ഞാനതങ്ങ് സീരിയസ് ആക്കി എടുത്ത് ഉണ്ടാക്കി കേട്ടോ.